ിൽ നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, ഭൗതികദേഹം വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? അതെ, ഏതാനും നിമിഷങ്ങൾ മാത്രം അകലെയാണ് ബാഹുലേൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പുലാമന്തോളിന് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ ഒരു വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വേലായുധൻ്റെയും ബാഹുലേൻ്റെയും വീട്ടിലേക്ക് ഒഴുകി എത്തുകയായിരുന്നു. ഇന്നിപ്പോൾ ബാഹുലേൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ ഈ വഴി മുഴുവൻ ജനനിബിഡമായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലേൻ എന്ന് ഈ കാഴ്ചകൾ തെളിയിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഈ ഒരു വഴിയിലൂടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബാഹുലേൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നെത്തും. അതിന് മുൻപ് ഇപ്പോൾ എംപിമാരും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, ആംബുലൻസിന് മുൻപേ പോകുന്ന അകമ്പടിയായിട്ട് പോയ വാഹനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ എത്താനായി എന്ന സൂചനയാണ് വാഹനത്തിലുള്ളവർ നൽകിയിരിക്കുന്നത്. ബാഹുലേൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ബാഹുലേൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു ഗൾഫിൽ നിന്ന് വിദേശത്തും ഇനിയൊരിക്കലും ആഘോഷമായിട്ടുള്ളൊരു തിരിച്ചുവരവില്ല. ജീവിതത്തിൽ നിന്നും തന്നെ ബാഹുലേൻ യാത്ര പറഞ്ഞിരിക്കുന്നു. ആ ഒരു വിടവാങ്ങൽ അതെത്രമാത്രം വേദനാജനകമാണെന്ന് ഇവിടെയുള്ള ഓരോ കാഴ്ചയും വിളിച്ചു പറയുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ബാഹുലേൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് വരുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അതിന് മുൻപിൽ പോലീസ് വാഹനമുണ്ട്. വഴിയൊന്നും എല്ലാവർക്കും കൊടുക്കട്ടോ, ഒരു വഴിയൊന്നും കൊടുക്കും എല്ലാവർക്കും. ബാഹുലേൻ്റെ വീടിന് മുൻപിലേക്ക് ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇതുവരെ അടക്കി വെച്ച തേങ്ങലും കണ്ണീരുമെല്ലാം ഈ നിമിഷങ്ങളിൽ നിയന്ത്രണം വിട്ട് ഒഴുകിയെത്തും. അത്രമാത്രം പ്രിയപ്പെട്ടവനായൊരു വ്യക്തി. ബാല്യം മുതൽ ചെറുപ്പകാലമെല്ലാം ഈ ഒരു നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി തൻ്റെ അധ്വാനവും ഒക്കെ മാറ്റിവെച്ച ഒരു പൊതുപ്രവർത്തകന്റെ മകൻ, പാതയിൽ സഞ്ചരിച്ചിരുന്ന മകൻ. ഈ ഒരു വേദന, ഈ ഒരു വിയോഗം സമാനതകളില്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വഴിയുണ്ട്, ഇറക്കിക്കോളെ. വലിയ പെട്ടിയാണ്. ഇറക്കിക്കോളെ, ഇറക്കിക്കോളെ. അപ്പം വഴി ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത പ്രവാസിയുടെ വീട്ടിലേക്കുള്ള അവസാനത്തെ വരവാണിത്. ഇനിയൊരു മടക്കയാത്രയുമില്ല, വിടപറച്ചിലുമില്ല, യാത്ര പറച്ചിലുമില്ല. ഇവിടെ ബാഹുലേൻ്റെ ജീവിതയാത്ര അവസാനിക്കുകയാണ്. ബാഹുലേൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ആംബുലൻസിലെത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വഴികളെല്ലാം കണ്ണു നിറഞ്ഞ് തൊണ്ടയിടറി നിൽക്കുന്ന നാട്ടുകാരും പ്രിയപ്പെട്ടവരും
പലരും തേങ്ങലടക്കാൻ പാടുപെടുകയാണ്, പലരും വിങ്ങിപ്പൊട്ടുകയാണ്. ഏറെ വേദനാജനകമായ കാഴ്ചകൾക്കാണ് പുലാമന്തോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒന്ന് സൈഡിലേക്ക് ബാക്കി വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വീട്ടിലേക്ക് മാധ്യമങ്ങൾ പ്രവേശിക്കുന്നില്ല. കാരണം ചെറിയ വീടാണ്, അവിടെ എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യം പോലുമില്ല. മാത്രമല്ല അവരുടെ ഒരു അഭ്യർത്ഥനയും അത് അവരുടെ സ്വകാര്യ ചടങ്ങായി അത്തരത്തിൽ കാണിക്കപ്പെടുന്ന അഭ്യർത്ഥനയാണ് നടത്തിയിരുന്നത്. മാധ്യമങ്ങളുടെ തിരക്കും ബഹളവും അവിടെ വേണ്ട. അതിനാൽ തന്നെ ആ ചടങ്ങിന് ശേഷം പൊതുദർശനത്തിന് ബാഹുലേന്റെ ഭൗതിക ശരീരം കൊണ്ടുവരും. അവിടെ വെച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനപ്രതിനിധികളും നേതാക്കളും എല്ലാം തന്നെ ബാഹുലേന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീ എംപിമാരായ ടി മുഹമ്മദ് ശ്രീകണ്ഠൻ, PK കുഞ്ഞാലിക്കുട്ടി, നജീബ് കാന്തപുരം തുടങ്ങി പ്രധാനപ്പെട്ട മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ബാഹുലേന് ഒരു നോക്ക് കാണുവാൻ ഇവിടെ എത്തി കാത്തിരിക്കുകയാണ്. ഇതിനു പുറമെ നൂറുകണക്കിന് ആളുകളാണ് ഈ വഴിയുടെ ഇരുവശവും ആംബുലൻസ് കടന്നു വന്നപ്പോൾ ബാഹുലേൻ്റെ മൃതദേഹം വന്ന ആംബുലൻസ് വന്ന വഴി കാത്തു വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ആളുകളെല്ലാം കാത്തിരിക്കുന്നുണ്ട്. അന്ത്യകർമ്മ ചടങ്ങുകൾ അവർ ആ കുടുംബത്തിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അവിടെ പ്രവേശിക്കാതിരിക്കുകയാണ്. കാരണം വളരെ ഇടുങ്ങിയ സ്ഥലമാണ്, അധികമൊന്നും ആർക്കും നിൽക്കാൻ കഴിയുന്ന ഇടമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ഒരു പൊതുദർശനത്തിൻ്റെ ഇടത്ത് മാധ്യമങ്ങളെല്ലാം കാത്തു നിൽക്കുകയാണ്. ഏതായാലും സമയമെടുക്കും, ഇനിയും 15 മിനിറ്റോളം സമയം, പക്ഷേ അത് അല്പം നീണ്ടാക്കാം. അതിനുശേഷമേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ഇവിടേക്ക് എത്തിക്കുകയുള്ളൂ. ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും ഇട്ടുമൂഷറൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വേദനയിൽ? വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ള. നാട്ടുകാർ മൊത്തം ദുഃഖത്തിലാണ്. മരിച്ചത് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ആളാണ്. അതാണ് ഏറ്റവും ദുഃഖകരം. അങ്ങനെ ഒരു കാര്യം ഉൾക്കൊള്ളാൻ പോലും ഈ നാടിന് സാധിക്കുന്നില്ല. ഇവിടെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ എല്ലാവരും അവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ശ്രീകണ്ഠനറിയാം, ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകനും ബ്ലോക്ക് മെമ്പറും ഒക്കെ ആയിരുന്ന വളരെ ദുഃഖകരമായൊരവസ്ഥയിലാണ് എല്ലാവരും. അതീവ ദുഃഖകരമായ കാര്യമാണ്. പറഞ്ഞ പോലെ വളരെ നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ, എല്ലാവരോടും വളരെ മയമായി പെരുമാറുന്നവർ. ഈ സംഭവം തന്നെ വളരെ ഞെട്ടവും സങ്കടമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. ബാഹുലേൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരിക്കും എനിക്കറിയാം. വളരെ സജീവമായിട്ട് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന, നാടിനൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. കേരളത്തിൽ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടത്. അത്യന്തം ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു മാത്രമല്ല അവരുടെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് ഉണ്ടായിട്ട്. വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട്, നമുക്ക് ആളുകളോട് സംസാരിക്കുന്നതിനും പരിമിതിയുണ്ട്. കാരണം ഈ ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമുക്ക് മിതത്വം പാലിച്ചേ തീരൂ.
കാരണം ഒരു വിങ്ങിപ്പൊട്ടലിൻ്റെ പൊട്ടിക്കരച്ചിലിൻ്റെ വക്കത്താണ് ഈ ഒരു ആളുകളെല്ലാം തന്നെ ഉള്ളത്. കാരണം ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലേയൻ ഈ നാട്ടിന്. അതുകൊണ്ട് തന്നെ ബാഹുലേയൻ്റെ അവസാനമായിട്ടൊന്ന് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ടാണ് ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാഹുലേയൻ്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഭാര്യയും സഹോദരങ്ങളുള്ള കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അതിനുശേഷം അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുവരും. എന്താണെങ്കിലും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാഹുലേയനെ നമുക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, യാത്ര പറയാൻ ശേഷിക്കുന്നത്. ഭവ്യ, അതാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഒരേപോലെ പ്രിയപ്പെട്ടവനായിരുന്ന മലപ്പുറത്തിൻ്റെ പുലാമന്തോളിൻ്റെ ബാഹുലേയനും ഓർമ്മയാവുകയാണ്. മലപ്പുറത്തുകാർക്ക് കുവൈറ്റ് ദുരന്തത്തിൽ എന്നും വേദനയായ ഓർമ്മയാകും ബാഹുലേയൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം വലിയ നൊമ്പരമാവുകയാണ് ആ നാടിനൊന്നാകെ ബാഹുലേയൻ്റെ ഈ വേർപാട്. ബാഹുലേയൻ മാത്രമല്ല, നമ്മോട് വിട പറഞ്ഞ ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തീരാ നൊമ്പരം തന്നെയാണ് ബാക്കിയാവുന്നത്. കുവൈറ്റിലെത്തി 1 മാസം പിന്നിടുമ്പോഴേക്കും മരണവാതിൽ കവർന്നെടുത്ത യുവാവടക്കം എല്ലാം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വസ്ഥമായി വീട്ടിൽ ഇനിയുള്ള കാലം കഴിയാമെന്നാഗ്രഹിച്ച മലയാളി അടക്കം ഓർമ്മയാവുകയാണ് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ദുരന്തത്തിൽ മരിച്ച മലയാളികളല്ലാത്തവരും സമാനമായ സങ്കടങ്ങൾ അവശേഷിപ്പിച്ചാകും കണ്ണടച്ചിരിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല. അവർക്കും സ്വപ്നങ്ങളുണ്ടാകും. അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അവരെയും പ്രവാസത്തിന് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ദേശാതീതമായ ഭാഷാതീതമായ സങ്കടമാണ് ഈ കുവൈറ്റ് ദുരന്തം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി ഓരോ പ്രവാസിയും കടൽ കടന്ന് ചെല്ലുന്നത് അവൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്താനാണ്. ആ കുടുംബങ്ങളാണ് ഇപ്പോൾ അനാഥമായത്. അവരുടെ നൊമ്പരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര പറഞ്ഞാലും ഒരു കുടുംബത്തിൻ്റെ നഷ്ടം അത് നികത്താൻ സാധിക്കാത്തതാണ്. ഒരു കുടുംബത്തിന് മാത്രമേ അറിയൂ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തുമാത്രം വിലപ്പെട്ടതായിരുന്നുവെന്ന്. ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷയാണ് ഈ വലിയ ദുരന്തം കവർന്നെടുത്തത്. ഒന്നും അറിയാതെ തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെയാണ് ഇതിൽ ജീവനറ്റ പലരും എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. മലപ്പുറത്ത് മരണപ്പെട്ട നൂഹിൻ്റെ മൃതദേഹവും ഇപ്പോൾ വീട്ടിലെത്തിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ രാവിലെ 10 കൂടിയായിരുന്നു മൃതദേഹങ്ങൾ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തേക്ക് വിട്ടത്. ആ നാടിൻ്റെ ജനപ്രതിനിധികളടക്കം അവസാനമായി പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. പുലാമന്തോളിലെ ബാഹുലേയൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറിയൊരു വീടാണ്. ആ വീട്ടുമുറ്റത്ത് അധികം ആളുകൾക്ക് നിൽക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് മതപരമായ ചടങ്ങുകളുണ്ട്. അവിടേക്ക് മാധ്യമങ്ങൾ പ്രവേശിക്കുന്നില്ല.
എന്ത് പറഞ്ഞാണ് ആ കുടുംബത്തെ മറ്റുള്ളവർ ആശ്വസിപ്പിക്കുക എന്ന് പോലും പറയാൻ സാധിക്കില്ല. അത്രമാത്രം അവരുടെ വലിയ പ്രതീക്ഷകളിലാണ് അറ്റുപോകുന്നത്. കടലിനക്കരെ അവരുടെ ജീവിതത്തിന് വേരുറപ്പും സ്വപ്നങ്ങൾ സഫലമാകുമെന്നുള്ള വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ പ്രവാസിയും കടൽ കടക്കുന്നത്. ആ പ്രതീക്ഷ ആ നാട്ടിൽ വെച്ച് തന്നെ അസ്തമിച്ചു എന്നുള്ളതും വലിയ ദുഃഖമാണ് നൽകുന്നത്. പല സ്വപ്നങ്ങളായിരിക്കും ഓരോരുത്തർക്കും കടൽ കടക്കാനുണ്ടാവുക. അതിൽ വീടെന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാവാതെയാണ് കൊല്ലം ശൂരനാട് വയ്യങ്കര സ്വദേശി ഷമീർ നമ്മോട് വിട പറഞ്ഞത്. ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ടാണ് 5 വർഷം മുൻപ് കുവൈറ്റിലെത്തിയ ഷമീർ NBTC എന്ന കമ്പനിയിൽ ഡ്രൈവറായി ജോലിക്കെത്തിയത്. ഷമീറിന്റെ മരണവാർത്തയുണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും ആ നാടിനും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും മാറിയിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.